നമസ്കാരം. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിക്ക് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിലെ 1 കോടി നഗര ദരിദ്രർക്കും ഇടത്തരം കുടുംബങ്ങൾക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും ഭവന നിർമ്മാണത്തിനായി ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണിത്. 2024 സെപ്റ്റംബർ 1 മുതൽ 5 വർഷത്തിനുള്ളിൽ PMAY 2.0 പ്രകാരം 1 ലക്ഷം പുതിയ വീടുകൾക്ക് 2.5 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുന്നതാണ് ഈ ഒരു പദ്ധതി. ഗുണഭോക്താക്കൾക്ക് അവരുടെ അധികാര പരിധി അനുസരിച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ചേരി നിവാസികൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, വിധവകൾ, വികലാംഗർ, സ്ത്രീകൾ, സമൂഹത്തിലെ മറ്റ് അധസ്ഥിത വിഭാഗങ്ങൾ എന്നിവരുടെ പാർപ്പിട ആവശ്യകതകൾ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നഗരവികസനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതുവഴി കേന്ദ്രം ലക്ഷ്യമിടുന്നത്. അർഹരായ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വഴിയോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ വഴിയോ പ്രാഥമിക വായ്പാ സ്ഥാപനങ്ങൾ വഴിയോ നഗരപ്രദേശങ്ങളിൽ താങ്ങാനാകുന്ന വിലയിൽ വീടുകൾ നിർമ്മിക്കുന്നതിനും വാങ്ങുന്നതിനും വാടകയ്ക്കെടുക്കുന്നതിനും കേന്ദ്രം സഹായം നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയോ ഭവന പദ്ധതിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയിട്ടുള്ളവരെ ഇതിൽ പരിഗണിക്കുന്നതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പ്രകാരം വീടുകൾ ലഭിക്കാൻ ആർക്കെല്ലാമാണ് അർഹതയുണ്ട് എന്ന് നമുക്കിനി നോക്കാം. രാജ്യത്ത് ഒരിടത്തും ഒരു വീടും ഇല്ലാത്ത EWS, LIG അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പ് വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങൾക്ക് പദ്ധതി പ്രകാരം വീട് വാങ്ങാനോ നിർമ്മിക്കാനോ അർഹതയുണ്ട്. 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളെയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗമായ EWS-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളെയാണ് ലോ ഇൻകം ഗ്രൂപ്പ് അതായത് LIG കാറ്റഗറിയിൽ പെടുത്തുന്നത്. 6 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളാണ് മിഡിൽ ഇൻകം ഗ്രൂപ്പ് കുടുംബങ്ങൾ. പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഏതൊക്കെ രേഖകളാണ് ഇനി ആവശ്യമുള്ളത് എന്ന് വിശദമായി നമുക്ക് നോക്കാം. ഇതിലൊന്ന് അപേക്ഷകന്റെ ആധാർ വിശദാംശങ്ങൾ, അതായത് ആധാർ നമ്പർ, ആധാർ പ്രകാരമുള്ള പേര്, ജനനതീയതി എന്നിവ നോക്കും. രണ്ടാമതായി നോക്കുന്നത് കുടുംബാംഗങ്ങളുടെ ആധാർ വിശദാംശങ്ങളാണ്. ആധാർ നമ്പർ, ആധാർ പ്രകാരമുള്ള പേര്, അവിടെയും ജനനതീയതി എല്ലാം നോക്കും. മൂന്നാമതായി ആധാറുമായി ലിങ്ക് ചെയ്ത അപേക്ഷകന്റെ സജീവ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവയാണ്. നാലാമതായി വരുമാനം തെളിയിക്കുന്ന രേഖ, അതായത് PDF ഫയൽ മാത്രം മതി, 200 KB വരെ വലിപ്പമാണ് ഇതിന് വേണ്ടത്. അഞ്ചാമതായി ജാതി സമുദായം തെളിയിക്കുന്ന രേഖ, അതായത് SC ST അല്ലെങ്കിൽ OBCയുടെ കാര്യത്തിലാണ് ഇത് വരുന്നത്. ആറാമതായി ലാൻഡ് ഡോക്യുമെന്റ് എന്നിവയും വേണം. ഇനി പദ്ധതിക്ക് നിങ്ങൾ യോഗ്യനാണോ എന്ന് എങ്ങനെ അറിയാമെന്ന് നോക്കാം. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പോർട്ടലായ PMAY urban.gov.in സന്ദർശിക്കുക. PMAY U 2.0 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ മാർഗനിർദ്ദേശങ്ങളും വായിക്കുക. നിങ്ങളുടെ വിശദാംശങ്ങൾ തിരഞ്ഞെടുത്ത യോഗ്യത പരിശോധിക്കുക. യോഗ്യത സ്ഥിരീകരിക്കാൻ വാർഷിക വരുമാനത്തിൻ്റെയും മറ്റുള്ളവയുടെയും വിശദാംശങ്ങൾ ഇതിൽ നൽകാവുന്നതാണ്. സ്കീമിന് കീഴിൽ നിങ്ങൾക്ക് യോഗ്യത ഇല്ലെങ്കിൽ ഇവിടെ അറിയാൻ പറ്റും. ആധാർ നമ്പറും വിലാസം, വരുമാനം എന്നിവയുൾപ്പെടെ എല്ലാ വിശദാംശങ്ങളും നൽകുക. എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഗുണഭോക്താക്കൾക്ക് PMAY U 2.0 പോർട്ടലിലെ നിശ്ചിത ഫോർമാറ്റിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബന്ധപ്പെട്ട നഗര തദ്ദേശ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റികൾ വഴിയും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്.